പൂയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകളും അധ്യാപകരും ഓണാഘോഷത്തോടനുബന്ധിച്ച് കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്തു സംസാരിച്ചു. ഓണാഘോഷത്തിൻ്റെ 5ാം ദിവസമാണിന്ന് നടക്കുന്നത്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നടന്നു വരുന്നത്. ഇന്ന് രാവിലെ കയ്യക്ക് കുട്ടി കളി മത്സരം തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ബാലൻസ് പരിപാടി 3:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. 2 മണിക്കൂർ മുമ്പ് ഉളിയനാട് സ്കൂളിലെ കുട്ടികൾ 60ഓളം കുട്ടികൾ ഇവിടെ വന്ന് അച്ഛന്മാരും അമ്മമാരും സംസാരിച്ച് നിറ കണ്ണുകളുമായാണ് ഇവിടെ പടിയിറങ്ങിയത്. നിങ്ങളും ഈ കുടുംബത്തിലേക്ക് വന്നത് വെറും കൈ വീശി പോകാൻ വേണ്ടിയല്ല, ഇവിടുത്തെ അച്ഛന്മാരെയും അമ്മമാരെയും കാണുന്നതിനും അവരെങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ചോദിച്ച് മനസ്സിലാക്കുവാനും, അതിനുപരി നിങ്ങളെ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഇതുപോലെ ആശ്രമത്തിൽ കഴിയേണ്ട ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കുന്നതിനും വേണ്ടിയാണ് നിങ്ങളെ ഇവിടേക്ക് ടീച്ചർമാർ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാവുന്ന അഭിപ്രായങ്ങൾ നിങ്ങളിവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങളെ പൂയപ്പള്ളി സ്കൂളിലെ കുട്ടികൾ ആദ്യമായിട്ടല്ല സമുദ്രയിൽ എത്തുന്നത്. ഗിരിജ ടീച്ചർ ഇതിനു മുൻപും കുട്ടികളെയും കൊണ്ടുവരികയും അല്ലാതെ പല സമയങ്ങളിലും ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്നേക്ക് മാസ്റ്റർ എന്നറിയപ്പെടുന്ന വാവ സുരേഷ് മുഖ്യ അതിഥിയായി. തറയിൽ കിടക്കാറുണ്ട്, പായ വിരിച്ചു കിടക്കാറുണ്ട് അല്ലേ, ചൂടത്തെല്ലാം കിടക്കരുത്, ഒരു കാരണവശാലും തറയിൽ കിടക്കരുത്. എന്താണെന്നറിയാമോ? എന്താ പറയാമോ? തറയിലൊക്കെ കിടക്കുന്ന സമയത്ത് എഴുജന്തുക്കളൊന്ന് കടിക്കാനും കടിയേറ്റ് മരണത്തിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ്. ചുവരോട് ചേർന്ന് കിടക്കരുത്. ഇതൊക്കെ നിങ്ങൾ ഓർക്കണം. ചുവരോട് നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുട്ടികൾ പാലക്കാടും അല്ല മലപ്പുറത്തും കോഴിക്കോടും പാറശാലയിലും അതുപോലെ ഒക്കെ കുട്ടികൾ പോകുമ്പോൾ കൊച്ചു 2 വയസ്സുള്ള ഒരു മോന് 3 വീലുള്ള സൈക്കിളിൽ പോയി രാവിലെ പിടിച്ചപ്പോൾ അതിൻ്റെ ഹാൻഡിലിരുന്ന ഹംബിനോസർ മലബാർ പിറ്റ് പേപ്പർ എന്നുള്ള അണലി കടിച്ച് ആ മോൻ പോയി ഉമ്മയോട് പറഞ്ഞ് ഉമ്മ എന്നെ പാമ്പ് കടിച്ചു എന്ന്. അപ്പോൾ ഉമ്മ വെച്ച് കളിയായിരിക്കുമെന്ന് ചോദിച്ചു. മോൻ അവർ മൈൻഡ് ചെയ്തില്ല. നിർഭാഗ്യം എന്ന് പറയട്ടെ, മോൻ മരണപ്പെട്ടു. 2 വയസ്സേ ഉള്ളൂ. ആ മോൻ്റെ ജീവിതം അത്രയേ ഉള്ളൂ, മരണപ്പെട്ടു. അത് കഴിഞ്ഞ് പാറശാലയിൽ കട്ടിൽ കിടന്നുറങ്ങിയ മോളെ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. 17 വയസ്സുള്ള മോൾ വായിച്ചു നിങ്ങളൊക്കെ. എന്താ കാരണം എന്നറിയാമോ? ജനലിന് അടപ്പില്ലായിരുന്നു. അടപ്പില്ലാത്ത സ്ഥലത്ത് പുറത്ത് കുറേ വിറവടുക്കി വെച്ചു. എന്നിട്ട് ആ വിറവിൽ കൂടി കയറി വന്ന് ജനലിൽ കൂടി ഇറങ്ങി വന്ന പാമ്പ് ഇറങ്ങി അകത്ത് വന്നപ്പോൾ കുട്ടി കൈയെടുത്ത് എൻ്റെ പുറത്ത് വെച്ചു, കടിച്ചു, മരിച്ചു. കോഴിക്കോടൊരു 13 വയസ്സുള്ള മോൻ ഇതുപോലെ കട്ടിൽ കിടന്നുറങ്ങി പാമ്പ് പിടിയിട്ട് മരണപ്പെട്ടു. അത് ജനലില്ലായിരുന്നു, അടപ്പില്ലായിരുന്നു. ജനൽ പഴയ ബൈക്ക് ചേർത്ത് വെച്ചു, അതിൽ കൂടെ കയറി അകത്ത് വന്ന് കടിയേറ്റി. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് 500 മീറ്റർ അപ്പുറത്ത് 6 മാസം പ്രായമുള്ള മോൻ തൊട്ടിൽ കിടന്ന് പാമ്പ് പിടിയേറ്റ് മരണപ്പെട്ടു. എങ്ങനെയാണെന്നറിയാമോ? അപ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അത് തിന്നാനായിട്ട് എലി പുറത്തുനിന്ന് വന്നു. എലിയുടെ പുറകെ പാമ്പ് വന്നു. എലിയെ കണ്ടപ്പോൾ പാമ്പിനെ കണ്ടപ്പോൾ എലി ചാടിപ്പോയി. അപ്പോൾ കുട്ടിയുടെ ദേഹത്താണ് എലി ചാടിയത്. അപ്പോൾ എലിയുടെ നഖം കൊണ്ടപ്പോൾ കുട്ടി കാലനക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? പാമ്പ് വന്ന് കാലിൽ കടിച്ചു. അറിഞ്ഞില്ല. അമ്മയും മുത്തശ്ശിയും വെളിയിൽ നിന്ന്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരിയാണ്. കവിത എന്നാണ് കുട്ടിയുടെ പേര്, അതായത് മോളുടെ അമ്മയുടെ പേര്, മരിച്ചുപോയി അമ്മയുടെ പേര്, ആ മോൻ്റെ അമ്മയുടെ പേര്. ആ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഷൂ ഒന്ന് ഊരി എവിടെയെങ്കിലും കൊണ്ട് വെക്കരുത്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരി താഴത്തിടരുത്. അയയിൽ തൂക്കണം. നനയ്ക്കാണെങ്കിൽ പോലും അയയിൽ തൂക്കണം. അതുപോലെ സീരിയൽ കാണുന്നത് നിങ്ങൾക്കറിയാമോ? ഞാൻ കുറേ കാലങ്ങൾക്ക് മുന്നേ തിരുമലയിൽ എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു. സീരിയൽ നടി എന്നല്ല, സിനി ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച്, ചേട്ടാ പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു പാമ്പെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ സീരിയൽ കാണുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ നല്ല പളപളാക്കാണ് ഇരിക്കുന്നത്. പൊട്ടിയൊക്കെ ഇട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. പൊട്ടിയൊക്കെ ഇട്ടൊക്കെയാണ് സീരിയലിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സീരിയലുണ്ട് കണ്ടോ, ഇപ്പോൾ ഈ അടുത്തുള്ള ദേശായി ഗ്രൂപ്പിൻ്റെ ദേശായി എന്ന് പറഞ്ഞ കുടുംബത്തിലൊരു സീരിയലുണ്ടായിരുന്നു കണ്ടോ. മുത്തശ്ശി കൊച്ചുമകനെ കൊല്ലാൻ ശ്രമിക്കുന്നൊരു സീരിയൽ. അതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? മുത്തശ്ശി കൊച്ചുമകളെ കൊല്ലാൻ കൂലിക്ക് ആളെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നൊരു സീരിയൽ. അതിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഒന്നുമില്ല. തിന്മ മാത്രമേ പഠിക്കാനുള്ളൂ. നന്മയും തിന്മയും ഉണ്ടെങ്കിലേ ഭൂമിയിലെല്ലാം ഒരുപോലെ പോകുള്ളൂ. പക്ഷേ അപ്പോൾ ആ സീരിയൽ നടി ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ പോയി ചെന്നപ്പോൾ തന്നെ ഞാൻ വീട്ടിലോട്ട് എറിയുമ്പോൾ ഭർത്താവ് ഇറങ്ങി വെളിയിലോട്ട് ഓടി. അപ്പോൾ ഞാൻ വിചാരിച്ച് പുള്ളിക്കാരത്തി തന്നെ അടുക്കള കയറ്റി ഇടിക്കാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചു. പുള്ളിക്കാരിറങ്ങി ഓടി. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് ഒരു ബെഡ്റൂമിനകത്ത് കാണിച്ച്, ചേട്ടാ അതുകൊണ്ട് ആ ഡോറിനകത്തൊരു സ്ഥലമുണ്ട്, അതിനകത്താണ് പാമ്പെന്ന് പറഞ്ഞു. ബെഡ്റൂമിനകത്തുള്ള ഡോർ ഏതാണ്? ബാത്റൂമാണ്. അപ്പോൾ ഞാൻ പോയി ബാത്റൂം തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ബോധം പോയി. 3 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വീണത്. അന്നവർക്ക് 32 വയസ്സുണ്ടായിരുന്നു. അവർ 8 വയസ്സ് തൊട്ട് ചേച്ചി ഉപയോഗിച്ചിരുന്ന സാധനം മുഴുക്ക വരെ അശയിലും അവിടെയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. അവിടെ മൊത്തം തറയിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. അവസാനം അവരുപയോഗിച്ച തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പാമ്പിനെ പിടിക്കുമ്പോൾ പാമ്പ് പിറ്റായിരിക്കുന്നു. പാമ്പിൻ്റെ ബോധം പോയി, ചേച്ചിയുടെ തുണിയുടെ മണം അടിച്ചിട്ടെന്നുള്ളത്.
ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വന്നത്? പരിസരം. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? പരിസരം വൃത്തിയാക്കിയിടുക. പരിസരം വൃത്തിയാക്കിയിടുക. നിങ്ങളുടെ വീടും പരിസരം വൃത്തി. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ നന്നാവണം. നമ്മൾ NCC അല്ല, നിങ്ങളുടെ SPC-ക്കാർ പ്രകൃതിക്ക് വേണ്ടി, നിങ്ങൾ SPC എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അല്ലേ. നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ കൊറോണ സമയത്ത് ആൾക്കാരെ കൈ കാണിക്കുന്നുണ്ട് മാസ്ക് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അല്ലേ. ഇപ്പോൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? നിങ്ങളൊന്നും അപ്പോഴില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ മാസ്ക് വെക്കാറില്ല. എനിക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഉമ്മയിൽ കുടിച്ച് കൊറോണ കിട്ടി. ചുംബനത്തിൽ കൂടി എനിക്ക് കൊറോണ കിട്ടി. നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് കിട്ടിയത്. കൊല്ലം ജില്ലയിൽ ആയൂരിൽ നിന്നാണ് കിട്ടിയത്. ആയൂരിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയുമ്പോൾ എങ്ങനെ കിട്ടിയെന്നറിയാമോ? മക്കളൊക്കെ ചിരിക്കുന്നു. ചേച്ചിമാരുടെ ഉമ്മയല്ല, ഒരു ചേട്ടൻ്റെ ഉമ്മ. ചേട്ടൻ നല്ല അടിച്ച് വീലായിരിക്കുകയായിരുന്നു. ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ ചേട്ടൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. 3ൻ്റെ അന്ന് ഞാൻ ചുമച്ചു തുടങ്ങി. 4ൻ്റെ അന്ന് വെൻറ്റിലേറ്ററിലായി. 1 മാസം കിടന്നു എന്നുള്ള. ഫ്രീ ആയിട്ട് കൊറോണ ഒന്ന് 1 മാസം കിടക്കാൻ പറ്റി. അവസാനമാണ്, തുടക്കത്തിലല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളെ കൊല്ലം ജില്ലക്കാരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ബഹുമാനമാണ്. എനിക്ക് കൊറോണ തന്ന ജില്ലയാണ്. അതിലുപരി എൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് വിളിച്ച ജില്ലയും കൂടിയാണ്. ചന്ദനത്തോപ്പ് എന്ന സ്ഥലത്തൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് പാതിരയായപ്പോൾ സുരേഷ് ചേട്ടാ സുഖമാണോ? ഞാൻ പറഞ്ഞു സുഖമാണ്. പിന്നെ പൂര തെറിയായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ചേർത്ത്, നല്ല തെറിയായിരുന്നു. ഞാൻ കേട്ട് ചിരിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മക്കളെ, നിൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ നീ അങ്ങ് വിചാരിച്ചോണ്ടാൽ മതി എന്ന് പറഞ്ഞു. വേറൊന്നും പറയാൻ പോയില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി. അറിയാമല്ല, അഞ്ചലിൽ ഉത്തര എന്ന് പറഞ്ഞ കുട്ടിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന കൊലപാതകം നടത്തിയ സ്ഥലവും കൊല്ലം ജില്ലയാണ്. അവിടെയും നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരെന്ന് പറഞ്ഞാൽ നന്തൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാവപ്പെട്ട അമ്മയും അച്ഛനെയും മകൻ വെട്ടിക്കൊന്ന് കിണറ്റിലിട്ട് മൂടിയ സ്ഥലമാണ് ഞങ്ങൾ. നിങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് വരൂല. അറിയാമോ നിങ്ങൾക്ക്? കിണറ്റിലിട്ട് മൂടി അയച്ചോ നന്തൻകോട്. അമ്മയും അപ്പനെയും കൊന്ന് കിണറ്റിലിട്ട് മൂടി, കുഴിയെടുത്ത് മൂടി. വായിച്ചില്ലേ? അതാണ് ഞങ്ങൾ. പിന്നെ കണ്ണൂർ ജില്ല മുന്നിലാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു 1.5 വയസ്സ് 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ അമ്മ കാലിൽ തൂക്കി പാറയിലടിച്ച് കൊന്നു. അവിടെയും മുന്നിലാണ്. വായിച്ചിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതൊന്നും ഓർക്കാറില്ലല്ലോ. അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ഭാരതത്തിലെ ആദ്യത്തെ ദേശീയ മൃഗം ഏതാണ്? ഭാരതം സിംഹമല്ല. ദിലീപൻ്റെ സലീം കുമാർ സാറും പറയും പോലെ സിംഹമല്ല. ആദ്യത്തെ ദേശീയ മൃഗം, ഭാരതത്തിൻ്റെ ആദ്യത്തെ ദേശീയ മൃഗം ഏതാണ്? കാണ്ടാമൃഗമായിരുന്നു. ഭാരതത്തിൻ്റെ ആദ്യത്തെ ദേശീയ മൃഗം കാണ്ടാമൃഗമായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്കും മുൻപിലത്തെ തലമുറയ്ക്കും ആർക്കും അറിയില്ല. 2ാമത് ആനയാണ് വരുന്നത്. 3ാമതാണ് സിംഹം വരുന്നത്. 4ാമത് ടൈഗറായി. പിന്നെ ആ ടൈഗർ മാറി വീണ്ടും സിംഹം വന്ന് വീണ്ടും പെർമനൻ്റായിട്ട് ടൈഗറായിട്ട് നിൽക്കുന്നു. എൻ്റെ ചോദ്യം അതല്ല. നമ്മുടെ ദേശീയ പക്ഷിയുടെ പേരെന്താണ്? മയിൽ അഥവാ പീക്കോക്ക് അല്ലേ. ദേശീയ മൃഗം കടുവ അഥവാ ടൈഗർ എന്നാണ്. എന്നാൽ എൻ്റെ അടുത്ത ചോദ്യം, ദേശീയതയുള്ള പാമ്പ്, ദേശീയതയുള്ള ഉരകം ഏതാണ്? ദേശീയ ഉരകമെന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ പേരെന്താണ്? രാജവെമ്പാലയുടെ എൻ്റെ ചോദ്യം വരുന്നതേ ഉള്ളൂ. രാജവെമ്പാല എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ ഭാരതത്തിലെ ആദ്യത്തെ പേരെന്താണ്? ഏതാണ്? കൃഷ്ണ മൂർഖനെ നമ്മൾ വിളിക്കാറുണ്ട് ആ പേര്. കൃഷ്ണ ഏതാണ്? കൃഷ്ണസർപ്പം. രാജവെമ്പാലയുടെ ഭാരതത്തിലെ ആദ്യത്തെ പേര് കൃഷ്ണസർപ്പം എന്നാണ്. ഓർത്തു വെക്കുക നിങ്ങൾ. രാജവെമ്പാലയുടെ ഭാരതത്തിലെ ആദ്യത്തെ പേര് കൃഷ്ണസർപ്പം എന്നാണ്. എൻ്റെ ചോദ്യം അതല്ല. നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ രാജവെമ്പാലയുടെ കടിയേറ്റ് മരണപ്പെട്ടൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ 5 കേസുകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അത് ഫിക്സഡ് അല്ല, തീരുമാനിച്ചിട്ടില്ല. എന്നാൽ തീരുമാനമുണ്ടായ രാജവെമ്പാലയുടെ കടിയേറ്റ് മരണപ്പെട്ട ഒരേ ഒരു സംഭവമേ ഉള്ളൂ. അത് കേരളത്തിലാണ്. അത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? ഏത് സ്ഥാപനത്തിലാണ്? ആളിൻ്റെ പേരെന്താണ്? എന്താണ്? കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മൃഗശാലയിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹർഷാദ് എന്നാണ്. രാജവെമ്പാലയുടെ കടിയേറ്റ് മരണപ്പെട്ടതല്ല, അത് സൂയിസൈഡാണ് എന്ന് പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് സൂയിസൈഡായിരുന്നു. ലോകത്തിൽ സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം. സൂയിസൈഡായിരുന്നു. പിന്നെ അവരുടെ വീട്ടിലാരൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നഷ്ടപരിഹാരം കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരുന്നു. അതുകൊണ്ട് അവർക്ക് വൈഫിന് ജോലിയും കിട്ടി. പുള്ളിക്കാരന് 40 ലക്ഷം രൂപയും കിട്ടി. അപ്പോൾ ഇതൊക്കെ ഒരുപാട് അറിയാനുണ്ട് നിങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻസ് പോലീസൊക്കെ കഴിഞ്ഞ് നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ PSCയിലേക്ക് വരുന്നു. PSCയിലേക്ക് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുകയാണ്, ലോകത്തിൽ ഏറ്റവും നല്ല ഔഷധത്തിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിൻ്റെ പേര് പറയും? ലോകത്തിൽ ഭൂമിക്ക് മുകളിൽ വേൾഡിൽ ഏറ്റവും നല്ല, പ്രകൃതിയിൽ ഏറ്റവും നല്ല ഔഷധത്തിൻ്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ എന്തിൻ്റെ പേര് പറയും? എന്താണ്? വാഴ. ആരാ പറഞ്ഞ വാഴയെന്ന്?
വാഴ ഇരുന്നോളൂ, വാഴ. ഓക്കെ, വേറെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല ഔഷധത്തിൻ്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ കണ്ണുമടച്ച് പറയുക. എന്താണ് പറയേണ്ടത്? പാമ്പിൻ്റെ ദഹനഗ്രന്ഥിയിലിരിക്കുന്ന ഔഷധം. 95% പ്രോട്ടീൻ ഭൂമിക്ക് മുകളിൽ ഒന്നിൽ നിന്നും കണ്ടെത്തിയിട്ടില്ല. 95% പ്രോട്ടീൻ അടങ്ങുന്ന ഒരേ ഒരു സാധനമേ ഭൂമിക്ക് മുകളിൽ പ്രകൃതിയിലുള്ളൂ. അത് സ്നേക്ക് വെനമെന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പാമ്പ്. നിങ്ങളൊക്കെ പറയുന്നത് ഒരു മൂർഖൻ പാമ്പ് കടിച്ച് ഒരാൾ മരിക്കുമ്പോൾ ആ പാമ്പ് മരിക്കാനായി കൊടുക്കുന്ന സാധനത്തിനെ നിങ്ങൾ വിളിക്കുന്ന പേര് എന്താണ്? വിഷം എന്നല്ല, വിഷം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. വിഷത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പോയിസിൻ്റെ മലയാളം വിഷം. പാമ്പിൻ്റെ ദഹനഗ്രന്ഥിയിലിരിക്കുന്ന സാധനത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വനത്തിൻ്റെ മലയാളം എന്താണ്? പാമ്പിൻ്റെ ദഹനഗ്രന്ഥിയിലിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഔഷധത്തിൻ്റെ മലയാളം എന്താണ്? ഔഷധമെന്നാണ്. കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഔഷധം. ഒരിക്കലും വിഷപ്പാമ്പിൻ്റെ പേരെഴുതാൻ പറഞ്ഞ് നിങ്ങൾ വെട്ടിയിട്ട് അപ്പുറത്ത് എഴുതി കൊടുക്കുക. ഉത്തരമില്ല. പാമ്പിന് വിഷമില്ല. പ്രകൃതിയിൽ മനുഷ്യൻ കൈകൊണ്ട് നിർമ്മിക്കുന്ന സാധനങ്ങളെ മാത്രമേ നമുക്ക് വിഷമെന്ന് വിളിക്കാൻ അധികാരമുള്ളൂ. മറ്റേ നാച്ചുറലായിട്ട് പ്രകൃതിയിലുള്ള സാധനമാണ് അതിനെ വിഷമെന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല. അത് വനമാണ്. വനമെന്നല്ല, അത് ഔഷധമെന്നാണ്. നിങ്ങൾ മറന്നു പോകാതെ നിങ്ങൾ ഓർത്ത് എഴുതി വെക്കണം കൂട്ടുകാരെ. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, പാമ്പില്ലാത്ത ഒരേ ഒരു രാജ്യം ഏതാണ്? അയർലാൻഡ് മാത്രമാണ്. പറക്കുന്ന പാമ്പിനെ കാണുന്ന ഒരേ ഒരു രാജ്യം ഏതാണ്? ഈസ്റ്റ് ഏഷ്യ അഥവാ കിഴക്കൻ ഏഷ്യ മാത്രമാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഒരു മാസം ക്ലാസ് എടുത്താൽ തീരാത്തത്രയും നിഘണ്ടുവാണ് എനിക്കുള്ളത്, എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ അതിനൊന്നും പറ്റിയൊരു വേദി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ തമ്മിലടിക്കാനുള്ളൊരു പരിപാടി, ഇവിടെ വേദിയിലേക്ക് ആൾക്കാർ എത്തിയിട്ട് തമ്മിലടി പരിപാടി കേട്ടിട്ടുണ്ടോ? അവർ തമ്മിലടിക്കുന്ന പരിപാടി ഇങ്ങനെ വെച്ചിട്ട് തമ്മിലടിക്കും. ആ പരിപാടി അല്ലേ? എന്താണ്? കൈകൊട്ടിക്കളിയല്ല, തമ്മിലടിക്കളി പരിപാടി അല്ലേ? എല്ലാവരും തമ്മിലടിക്കുകയല്ലേ അവർ കൈകൊണ്ട് അല്ലേ? അപ്പോൾ ഇനി കൈകൊട്ടിക്കളി നടക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പരിപാടി കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിൽ എല്ലാ SPCക്കും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ക്ലാസ് എടുക്കാം, സൂപ്പറായിട്ട് കേട്ടോ. നല്ല ഇതൊന്നും അല്ല, ഒരുപാട്. ഞാൻ ചോദിക്കട്ടെ, നോഹയുടെ പേടകം അല്ലെങ്കിൽ പെട്ടകം ഉണ്ടാക്കിയ മരത്തിൻ്റെ പേരെന്താണ്? ശരി, അതിൻ്റെ മലയാളം എന്താണ്? അറിയില്ല അല്ലേ? നിറംപല്ലി എന്നാണ്. ഞാൻ കൂടുതൽ മലയാളത്തെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിറംപല്ലി എന്നാണ്. നിറംപല്ലി എന്ന് പറയുന്ന മരം, നോഹയുടെ പേടകമുണ്ടാക്കിയ മരം ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നമ്മുടെ ഭാരതത്തിലാണ്. അതേത് ജില്ലയിലാണ്? നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ഉറാൻ എന്ന ഗവിയിലേക്ക് പോകുന്ന വഴിയിൽ പഞ്ചാരമണ്ണിൽ നിന്ന് ഒരു 24 മണിക്കൂർ നടന്ന് ഉള്ളിലേക്ക് എത്തുമ്പോൾ 2 ദിവസം നടക്കണം. ഡേ നൈറ്റ് നടന്നാൽ മാത്രമേ ഉറാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഉറാനിൻ്റെ പ്രത്യേകത എന്തെന്നറിയാം? നമ്മുടെ സംസ്ഥാനമാണ്, കേരളമാണ്. ഏറ്റവും നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും ശുദ്ധമായ ജലം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ജലം കുടിക്കാൻ നമുക്ക് അധികാരമില്ല. ആ ജലം കുടിക്കുന്ന ആരാണെന്നറിയാമോ? തമിഴ്നാട്ടുകാരാ. ആ വെള്ളം അവർക്ക് സ്വന്തമാണ്, നമുക്ക് അവകാശമില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ വനം വകുപ്പ് സംരക്ഷിച്ചിരിക്കുന്ന 117 മൂട് നിറംപല്ലി എന്നറിയപ്പെടുന്ന മരമുള്ളത്. അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ എന്താ സ്കൂളിൻ്റെ പേര്? നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ പൂയപ്പള്ളി സ്കൂളിലെ ഏകദേശം 100ഓളം കുട്ടികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 100ഓളം അല്ല, എത്ര പേരുണ്ട് SPC കാർഡ്? 87 അല്ല, ബാക്കിയുള്ളതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 87 കുട്ടികൾ ഇന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ടീച്ചറും HM അല്ലേ? HM ഉണ്ടോ? HM അല്ലേ? അപ്പോൾ HM ഒക്കെ നല്ല മനസ്സ് കാണിച്ചു കേട്ടോ. ഇവിടെയൊക്കെ വരാനും ഇതൊക്കെ. അല്ലെങ്കിൽ ഇവർ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയാം. ശരിയല്ലേ? പറയാൻ പറ്റും, ഈസിയായിട്ട് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാവരും ഇന്ന് എന്താ പറയുക, എല്ലാവരും ബിസി അഭിനയിക്കുന്നവരാണ്. തിരക്ക് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് തിരക്കുണ്ട്, എനിക്ക് നല്ല തിരക്കുണ്ട്. പക്ഷേ ഞാൻ തിരക്ക് അഭിനയിക്കാറില്ല. ഞാൻ എത്ര സമയം ഇവിടെ വന്നിട്ട്? ഞാനൊരു 2-3 മണിക്കൂറായി വന്നിട്ടുണ്ട്. അതിന് മുന്നേ രാവിലെ ഒരു പരിപാടിക്ക് ഇന്നലെ ഒരു പരിപാടി, ഇന്ന് രാവിലെ 10 മണിക്ക് പങ്കെടുക്കേണ്ട പരിപാടിയിൽ ഞാൻ 9 മണിക്ക് എത്തി. സാറിന് ഞാൻ 10 മണിക്ക് പങ്കെടുക്കേണ്ട പരിപാടിയിൽ 3 മണിക്ക് എത്താറുള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ എത്തി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഗവൺമെൻറ് ഹൈസ്കൂള് നമ്മുടെ പൂയപ്പള്ളിയുടെ സ്കൂളിലെ കുട്ടികളെന്നല്ല, കൂട്ടുകാർ. നിങ്ങളെ ഞാൻ കുട്ടികളായിട്ട് കാണുന്നത്, നിങ്ങളെല്ലാം കൂട്ടുകാരാണ്. നിങ്ങൾക്ക് ഈ 88 വരെ 85 പേർക്ക് പരസ്പരം നിങ്ങൾക്ക് പേരുകൾ അറിയാമോ? നിങ്ങളുടെയൊക്കെ എല്ലാവരും പരിചയപ്പെട്ടോ? ഞാനിപ്പോൾ എല്ലാവരുടെയും പേര് ചോദിക്കുമ്പോൾ കണ്ണോടിച്ച് പറഞ്ഞു. ഒരാളിനോടായിരിക്കും ചോദിക്കുന്നത്. ഈ 80 വരെ ഒരാൾ പറയേണ്ടി വരും. എന്താണ്? ഇല്ല, അറിയാൻ പറ്റില്ല. കാരണം നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ അങ്ങോട്ട് ഗ്യാപ്പിട്ടിരിക്കും, ഇങ്ങോട്ട് ഗ്യാപ്പിട്ടിരിക്കും. എന്താണെന്ന് അറിയാമോ? എനിക്കൊന്നും അറിയണ്ട, എനിക്ക് എൻ്റെ കാര്യം മാത്രം. ഞാൻ അങ്ങനെയല്ല. എൻ്റെ ജീവിതം എനിക്ക് അമ്മയുണ്ട്, അപ്പനുണ്ട്, 2 ചേട്ടൻ. അപ്പൻ ഉണ്ടായിരുന്നു, 2 മാസം മുന്നേ അപ്പൻ വിയോഗപ്പെട്ടു. ആ 2 ചേട്ടന്മാരുണ്ട്, അനിയത്തിയുണ്ട്. അതെല്ലാം മാറ്റി. ഞാൻ എൻ്റെ തിരുവോണം ഞാൻ എൻ്റെ വീട്ടിലെ അമ്മയായിട്ട് ഞാൻ ഉണ്ടിട്ട് 10 വർഷമായി. എന്നെ പ്രതീക്ഷിക്കുന്ന കുറേ കുട്ടികളുണ്ട്. എവിടെയാണെന്നറിയാമോ?
തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് 10,000-കണക്കിന് രൂപയും കൊണ്ട് ഭണ്ഡാരത്തിനിടാൻ ആൾക്കാർ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു അമ്മ തുടങ്ങിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആനന്ദ നിലയം എന്നാണ് അതിൻ്റെ പേര്. 10 വർഷം കൊണ്ട് ഞാൻ ആ കുഞ്ഞു മക്കളുമായിട്ട് 12:30 അവിടെ ഉച്ചകൂടും. തിരുവോണത്തിന് ഞാൻ ഉണ്ടെങ്കിൽ, ഞാൻ ഉയരോടെ പുറത്തുണ്ടെങ്കിൽ, ഞാൻ വെൻറ്റിലേറ്ററിൽ ICUലൊക്കെ ആണെങ്കിൽ മാത്രം അവർ പ്രാർത്ഥിക്കും. അല്ലാത്ത എല്ലാ പ്രാവശ്യം ഞാൻ അവിടെ പോയി ഉച്ചയ്ക്ക് കുറിച്ച് മക്കളോട് ഈ വർഷം അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഓണമില്ല, എന്നാൽ അവരോടൊപ്പം അവരെന്നെ പ്രതീക്ഷിക്കും. അപ്പോൾ എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അവരുമായിട്ട് പങ്കെടുക്കും ആ സമയം. അതെനിക്കൊരു സന്തോഷമാണ്. നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. എനിക്കില്ലാത്ത നിങ്ങൾക്കുണ്ട്. എന്താണ്? സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളൊക്കെ നാട്ടിൽ ഞങ്ങളെ വീട്ടുകാർ മാത്രമേ പാവപ്പെട്ടവരുള്ളൂ. ബാക്കി എല്ലാവരും വലിയ വലിയ ആൾക്ക്. ഞങ്ങളൊന്നും ഒരു വീട്ടിലും കയറ്റൂലായിരുന്നു. ഒരു വീട്ടിലെ മക്കൾ ഞങ്ങളടുത്ത് കളിക്കാൻ വരാറില്ല. ഞങ്ങൾ അങ്ങോട്ട് അതിന് അവർ കയറ്റാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ചേട്ടന്മാരുണ്ട്, ഞാനും അനിയത്തിയൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കളിക്കുന്നത്. ഞങ്ങളെ വീട്ടിൽ പറമ്പിൽ കളിക്കും. പറമ്പെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 5-6 ഏക്കർ പറമ്പൊന്നുമില്ല, 205 ഏക്കർ പറമ്പേ ഉള്ളൂ ഞങ്ങൾക്ക്. പക്ഷേ അതിൻ്റെ പ്രമാണം പ്രധാനമന്ത്രിയുടെ പേരിലാണ്. കിഴങ്ങ് ഗവേഷണ കേന്ദ്രമാണ്. CTCRI, സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേട്ടിട്ടുണ്ടോ? ആ സ്ഥാപനത്തിന് ലോകത്തിലൊരു റെക്കോർഡുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലോകത്തിലൊരു റെക്കോർഡുള്ള സ്ഥാപനമാണ്. നമ്മുടെ ഹാർട്ട് ഓപ്പൺ സർജറിക്ക് കപ്പയിൽ നിന്ന്, മരിച്ചിനിയിൽ നിന്ന് ഓപ്പൺ സർജറിക്ക് നൂല് കണ്ടുപിടിച്ച രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ CTCRIയിലാണ് കണ്ടുപിടിച്ചത്. ആ ഫോർമുല നമ്മൾ വിറ്റു 45,000 കോടി രൂപയ്ക്ക്. നമുക്കിനി അത് ഉപയോഗിക്കാൻ അവകാശമില്ല. നമ്മൾ വേറെ രാജ്യത്തു നിന്ന് കാശ് കൊടുത്താൽ ആ നൂലിനി വാങ്ങണം. ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു അറിവുകളും ഞാൻ നിസ്സാരമായിട്ട് കാണാറില്ല. ഞാൻ എല്ലാം അറിയാൻ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും എഴുതി വെക്കാറില്ല. എൻ്റെ തലച്ചോറിൽ ഞാൻ കയറ്റി വെക്കും, എൻ്റെ തലയ്ക്കകത്ത് ഞാൻ കയറ്റി വെക്കും. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഞാൻ കള്ളു കുടിക്കാറില്ല, സേർട്ട് വലിക്കാറില്ല. ഇപ്പം ഞാൻ സേർട്ട് വലിച്ചില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ സേർട്ട് വലിക്കരുത് എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ കള്ളു കുടിച്ചില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് എനിക്ക് പറയാൻ അവകാശമുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ട് നിങ്ങളെ നേരെയാക്കാൻ നടന്നാൽ ശരിയാകുന്ന നടപടിയാണോ? ഈ മക്കളിൽ, ഈ ഇരിക്കുന്ന 85-88 മക്കളിൽ ടീച്ചർമാരിൽ നിന്ന് അടി വാങ്ങിയ മക്കൾക്ക് മാത്രം കൈപോക്കും. അടി കിട്ടിയിട്ടുണ്ടെന്നുള്ളവർ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. അടി വാങ്ങി പഠിക്കണം. അതിന് നിങ്ങൾ നാണക്കേട് വിചാരിക്കരുത്. അടി വാങ്ങി പഠിക്കണം. നിങ്ങൾ ഏറ്റവും നല്ല കുട്ടികളായി മാറും, ഏറ്റവും നല്ല മക്കളായി മാറും നാട്ടിൽ. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ നടത്ത നല്ല രീതിയിൽ, നല്ല മാന്യമായിട്ടുള്ള നടത്തയാവണം. റോഡിൽ ആവശ്യമില്ലാതെ വായി നോക്കി നിൽക്കരുത്. ആവശ്യമില്ലാത്ത നമ്മൾ പെൺമക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു 8-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 9-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇത്തിരി പൊട്ടൊക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് ചില വേലയും വലിയില്ലാത്ത ചില കാട്ടുമാക്കാന്മാരുണ്ട്. റോഡിൽ വന്നിരിക്കും വായി നോക്കി. ഒരു സൈക്കിൾ ചിലപ്പോൾ കാണും ഇവിടെ ഇതിൻ്റെ ഇടയിൽ, ചിലപ്പോൾ ഒരു വണ്ടി കാണും. എന്നിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അബദ്ധവശം ഒന്ന് തിരിഞ്ഞ് നോക്കി, നിങ്ങളൊരു പക്ഷിയായിരിക്കും നോക്കണം. ഇപ്പോൾ മറ്റേ അവിടെ മാറി നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കും. നിങ്ങൾ അങ്ങ് ചിരിക്കും. അറിയാതെ നിങ്ങൾ ചിരിച്ചു പോകും അവൻ്റെ കോക്കറി കണ്ടിട്ട്. പിറ്റേന്ന് നിങ്ങൾക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ല. അവൻ ഈ പെൺനായുടെ പിറകെ ആൺനായി മണപ്പിച്ച് അടക്കം പോലെ നിങ്ങളെ പിറകെ ശല്യപ്പെടുത്തി പോകും. അതോടെ നിങ്ങളുടെ പഠിത്തമില്ലാതാകും, അതോടെ നിങ്ങളുടെ മെമ്മറി എല്ലാം പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സ്കൂളിൽ വരിക, നമ്മുടെ ദൗത്യം കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോവുക. എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. എൻ്റെ മക്കളെ, നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ വൃത്തികെട്ട തുണി അലക്കുന്ന അമ്മ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മ, ആ അമ്മ എത്ര ആയിരിക്കും അമ്മയുടെ ദേഹത്ത് നാറ്റമായിക്കോട്ടെ, അമ്മ പല്ല് തെറ്റില്ല, വായി നാറിക്കോട്ടെ, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അമ്മ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ബാഗൊക്കെ ഷോൾഡറിലിട്ടിട്ട് നിങ്ങൾ പോയി അമ്മയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് പോകും. നിങ്ങൾ ഒരിക്കലും ആ അമ്മ മറക്കുകയില്ലാതെ. ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ല നമ്മൾ ഓടി വന്നിട്ട് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ എന്താണെന്നറിയാമോ, സ്വന്തം അച്ഛൻ കള്ളു കുടിച്ച് റോഡിൽ കിടന്നാൽ എടുക്കുകയില്ല, ഛർദ്ദിച്ച കിടക്കണം, കൊള്ളൂല. തൊട്ടടുത്തവൻ്റെ അച്ഛൻ കള്ളു കുടിച്ച് റോഡിൽ കിടന്ന് എടുത്ത് തുടച്ച് കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും. അതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 85 കുട്ടികൾ പ്രകൃതിക്ക് വേണ്ടി എന്താണ് ദാനം നൽകിയത്? നിങ്ങളിപ്പോൾ ഈ ക്യാമ്പിൽ, നിങ്ങളുടെ ക്യാമ്പിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ, പ്രകൃതിക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ക്ലാസ്സുകൾ എവിടെ നിന്നും കിട്ടും. ഇപ്പം ഞാൻ എടുക്കുന്നതിനേക്കാളും സൂപ്പർ ക്ലാസ് HM നിങ്ങളുടെ അധ്യാപകന്മാരും എടുക്കും. അതല്ല, നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് കാര്യം. ഞാൻ എൻ്റെ ശരീരം പഠിക്കാനായി വെച്ചിരിക്കുന്നു, നാളേക്ക് വേണ്ടി പൂർണ്ണ സമർപ്പണത്തോടുകൂടി എൻ്റെ ശരീരം ഞാൻ പഠിക്കാനായി വിട്ടുകൊടുത്തിരിക്കുന്നു. എന്തും പഠിക്കാം. പാമ്പിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് കടി കിട്ടുന്നതിനെക്കുറിച്ച്, കടി കിട്ടിയാൽ ആൻറ്റിബോഡി ഉണ്ടാകുന്നു കുറിച്ചൊക്കെ നിങ്ങളതുപോലെ എന്താണ് നാളത്തേക്ക് പ്രകൃതിക്ക് വേണ്ടി SPCക്കാർ കണ്ടുവച്ചിരിക്കുന്നത്?
പറയാൻ പറ്റുമോ? ഞാൻ കുറേ കാലങ്ങൾക്ക് മുന്നേ ഒരു NSSൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു പരിപാടി പങ്കെടുത്തിരുന്നു. ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ കുട്ടികൾ ചെയ്തെന്താണെന്ന് അറിയുമോ? അവർ ആദ്യത്തെ ക്യാമ്പിൽ അവർ റോഡ് മൊത്തം നടന്നു. അപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞാൽ ആറ്റിൻ്റെ തീരത്ത്, ആറന്മുള വള്ളംകളി ഇറങ്ങുന്ന ആറ്റിൻ്റെ തീരത്ത് മണ്ണൊലിക്കുന്നു. രോമാഞ്ചം ഉണ്ടാവുന്നു എനിക്ക് കേട്ടപ്പോൾ. അത് അറിഞ്ഞപ്പോൾ എനിക്ക് പറയുമ്പോൾ എനിക്ക് തന്നെ രോമാഞ്ചം ഉണ്ടാവുന്നത്. അവർ ഒക്കെ നോക്കി ആറ്റിൻ്റെ വെള്ളം ഒലിപ്പ് തടയാൻ എന്താണ് ചെയ്യേണ്ടത്. അവരെന്ത് ചെയ്തു? അടുത്ത ക്യാമ്പിൽ മുള അവൾ നിരത്തി വെച്ചു. ഇപ്പം നോക്ക് എന്ത് മനോഹരമാണ് ആ തീരം, എന്ത് മനോഹരമാണ്. അങ്ങനെ നിങ്ങളും കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങളുടെ അധ്യാപകന്മാരോട് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മുള വീട്ടിൽ നട്ടുവെന്നും പറഞ്ഞ് പാമ്പൊന്നും വരികയില്ല. ഇതെല്ലാം പറയുന്നത് തട്ടിപ്പാണ്, ഇതെല്ലാം പറയുന്നത് ശുദ്ധ മണ്ടത്തരം. ധൈര്യമായിട്ട് നട്ടുള്ളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം എനിക്ക് നിങ്ങളോടൊപ്പം ഇന്ന് നമ്മുടെ ഈ എന്താ പറയുക 2025 8-ാം മാസം 31 നാളെയാണ് 30 എൻ്റെ കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി ഹൈസ്കൂളിലെ SPCയുടെ മക്കളെ കാണാനും അവിചാരിതമാണ്. ഞാൻ നേരത്തെ ഇവിടുന്ന് മടങ്ങേണ്ടതാണ്, അപ്രതീക്ഷിതമായിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്നത്. ഞാൻ വളരെ വൈകിയാണ് വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പോകേണ്ടതാണ്. അപ്പോൾ മക്കളെയൊക്കെ കാണാനും നിങ്ങളോടൊപ്പം അല്പസമയം സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും നല്ല മക്കളായി നാടിന് എന്താ പറയുക, നാടിന് അഭിമാനമായി നിങ്ങൾ ചെയ്യുന്ന നന്മ കണ്ടിട്ട്, നിങ്ങൾ സാമൂഹിക പ്രവർത്തനം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുകയില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളിലേക്ക് കൂട്ടുകാർ വന്നെത്തി നിങ്ങളുടെ പാത പിന്തുടരുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, ഞാൻ കേരളത്തിൽ പാമ്പ് പിടുത്തക്കാരനായിട്ട് വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും പറഞ്ഞ അപൂർവം പേരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാമ്പ് പിടുത്തക്കാരെ കാരണം റോഡിലിറങ്ങി നടക്കാൻ വയ്യാത്ത, കാല് തട്ടി വീഴുകയാണ്. അങ്ങോട്ട് പോയാലും പാമ്പ് പിടുത്തക്കാർ, ഇങ്ങോട്ട് പോയാലും പാമ്പ് പിടുത്തക്കാർ. പാമ്പ് പിടുത്തക്കാരനെ കാരണം തട്ടി അങ്ങ് വീഴുകയാണ്. ഞാൻ എത്ര ക്ലാസ് എടുത്തു എന്നറിയുമ്പോൾ ഞാൻ 11,000 അവയർനെസ് ക്യാമ്പുകൾ ചെയ്തു. 11,000 അവയർനെസ് ക്യാമ്പുകൾ ചെയ്തു. ലോകത്തിൽ ആദ്യമായിട്ട് വനം വകുപ്പിന് ട്രെയിനിങ് കൊടുത്തത് ഞാനായിരുന്നു. 2006 RRT എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത് ഞാനായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ആരും ഓർക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പറ്റുന്നില്ല. അഴുകിയ മീൻ പോലെ, അഴുകിയ മത്സ്യം പോലെയാണല്ലേ, വലിച്ചെറിയേണ്ട ഒരു കാലഘട്ടമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. കടികളിലാണെങ്കിൽ ഞാൻ വെറും 5000-ഓളം കടികൾ മാത്രമേ ഇതുവരെ വാങ്ങിയിട്ടുള്ളൂ. അതിൽ 500-നടുത്ത് കടികൾ മാത്രമേ മൂർഖൻ്റെ അണിലയുടെയും കടി വാങ്ങിയിട്ടു. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ നവംബർ, ഡിസംബർ, പിന്നെ ഈ മാസം കൂടെ കിട്ടിയതുൾപ്പെടെ അടുപ്പിച്ചൊരു 8 മാസത്തിനൊരു 3 പ്രാവശ്യം മാത്രമേ കടി വാങ്ങുള്ളൂ. അങ്ങനെ 16 പ്രാവശ്യം മാത്രമേ കടി വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് വെറും 6 പ്രാവശ്യം മാത്രമേ വെന്റിലേറ്ററിൽ കിടക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ICUയിൽ കിടക്കാനുള്ള ഭാഗ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഉമ്മയിൽ കൂടി എനിക്ക് ഒരു പ്രാവശ്യം വെന്റിലേറ്ററിൽ കിടക്കാൻ പറ്റി. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് നിന്ന് പാമ്പിനെ എടുത്തിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പോത്തൻകുടി വെച്ച് എൻ്റെ ഓപ്പോസിറ്റ് പോയ ഒരു പാമ്പായി വന്ന വണ്ടി വന്ന് എന്നെ ഇടിച്ച് എൻ്റെ നട്ടലിൽ 3 പൊട്ടലുണ്ടായിരുന്നു, തുടയിലും പൊട്ടലുണ്ട്. അങ്ങനെ കുറേ ദിവസം കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്തേക്ക് മറ്റൊരു പാമ്പിനെ എടുക്കാനായിട്ട് പോയി തട്ടത്തുമല എത്തിയപ്പോൾ വേറൊരു ചേച്ചി, ആറ്റിങ്ങൽ ദേശം 16 വണ്ടിയിൽ ചേച്ചി മുമ്പേ ഓട്ടിച്ച് പോകുന്നു. 2 പിള്ളേർ പുറകിലിരിക്കുന്നു. ആ ചേച്ചിക്ക് പിള്ളേർ പുറകിൽ നിന്ന് എന്തോ കൊടുത്ത് പിള്ളേർ ചേച്ചി ഇങ്ങനെ വാങ്ങിച്ച് തിരിഞ്ഞ് വാങ്ങിച്ചതും ആ വണ്ടി പോയി ഒരു കട്ടിങ്ങിൽ ഇടിച്ച് തെറിച്ചു വന്നു. അത് ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വെട്ടിത്തിരിച്ച് ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ പോയി കയറി. എനിക്ക് 3 പൊട്ടൽ നടുവിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്നറിയാം, അതിന് മുന്നേ ഞാൻ ആയൂരെടുത്തൊരു വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ കാട്ടുപാമ്പിനെ പിടിക്കാണ്ട് ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ മണ്ടയിൽ നിന്ന് പൊത്തോന്ന് വീണ് കൈയും കാലും പൊട്ടി. അങ്ങനെയും കിടന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ, ഒരുപാട് നല്ല ബന്ധമുള്ള ഒരാൾ. ഇപ്പം തന്നെ അറിയാം, ഇപ്പോൾ 1-ാം തീയതി കടി കിട്ടി 14 ദിവസം കിടന്നു, ആരും അറിഞ്ഞില്ല. സാറ് ഇവിടെ വന്നപ്പോൾ അന്തം പെട്ട്. ഞാൻ സാറിനെ വിളിച്ച് ശല്യം, സാർ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഈ അടുത്ത ആൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ വിളിച്ചൊരു 5000 ചോദിച്ചുകൊണ്ട് എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് അപ്പോഴേ തന്നെ GPയിൽ ഇട്ട് തന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിരിക്കുന്ന ചാരിറ്റി ഇവിടുത്തെ മേഖല മാത്രമല്ല പുള്ളി നോക്കുന്നത്. ഞാൻ 3 കോടി 80 ലക്ഷം രൂപയുടെ ചാരിറ്റി ചെയ്തു. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരുടെ അസുഖം മാറ്റണമെങ്കിൽ ഞാൻ വല്ലവരും തെണ്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് എൻ്റെ അവസ്ഥ. ഇതൊക്കെയാണ് നമ്മുടെ നമസ്കാരം സുഖമായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ട് പഠിക്കേണ്ടത്. എന്തായാലും വളരെ സന്തോഷം. ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക, സ്നേഹിക്കുക. എനിക്ക് നിങ്ങളൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ അധ്യാപകന്മാരുടെയോ അച്ഛൻ്റെയോ നിങ്ങളുടെ ഗുരുജനങ്ങളുടെയോ കാല് തൊട്ട് നിങ്ങൾ തൊഴുതെന്നും പറഞ്ഞ് നിങ്ങൾക്ക് നന്മയോ ഉണ്ടാവുള്ളൂ. ഞാൻ മുണ്ടെടുക്കാറില്ല. മുണ്ടെടുത്താൽ ഇങ്ങനെ പൊക്കി കൊടുക്കാറില്ല. കാരണം എന്താ പറയുക, മുണ്ടും അടുത്ത് കൊടുക്കണമെങ്കിൽ മുണ്ടിൻ്റെ ആവശ്യമില്ല, ഇറക്കോളം തോർത്ത് വാങ്ങിച്ച് പിടിച്ചുകൊണ്ടാണ്. അവരെന്തിനാണ് മുണ്ട് വാങ്ങണത്? എന്താ മുണ്ടിൻ്റെ ആവശ്യം? എന്താ മുണ്ട് വാങ്ങിച്ചിങ്ങനെ മടക്കി കുത്താനുണ്ടെങ്കിൽ മുണ്ടിൻ്റെ ആവശ്യം എന്താണ്? മുണ്ടിൻ്റെ ആവശ്യം? 50 രൂപ കൊടുത്താൽ നല്ല തോർത്ത് കിട്ടത്തില്ലേ? നിങ്ങളുള്ള തോർത്ത് അത് വാങ്ങി കൊടുത്താൽ പോരെ? എന്തിനാണ് മുണ്ടിൻ്റെ ആവശ്യം? അപ്പോൾ അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എൻ്റെ മക്കൾ ആദ്യം പഠിക്കേണ്ടത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. അത് അമ്മയിൽ നിന്നും തുടങ്ങണം. അമ്മ, അച്ഛൻ, മാതാപിതാ, ഗുരു, ദൈവം. 3-ാമത്തെ സ്ഥാനത്തെ ഗുരുവിൻ്റെ സ്ഥാനം, 4-ാമത്തെ ദൈവത്തിനുള്ളൂ. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ഞാൻ അങ്ങനെയാണ്. എൻ്റെ അമ്മയെ ഞാൻ ബഹുമാനിക്കും. എന്നാൽ വഴക്കൂടുമ്പോൾ എല്ലാം പറയാറുമുണ്ട്. എന്നിട്ട് ഞാൻ പോയിരുന്ന് വിഷമിക്കാറുമുണ്ട്. പറഞ്ഞു പോയല്ലോ, അമ്മയ്ക്ക് വയസ്സുണ്ട്, ഒത്തിരി 50 വയസ്സുണ്ട്. ഈ ഇരിക്കുന്ന മുത്തശ്ശിയെക്കാളും പ്രായമുണ്ട്. എന്നാൽ അമ്മ ഇന്ന് ചെയ്യുന്നതെന്നല്ല, പശു വളർത്താറുണ്ട്, അമ്മ പുല്ല് പെറുക്കാറുണ്ട്, പശുവിനെ നോക്കാറുണ്ട്, പാല് കൊണ്ട് കൊടുക്കാറുണ്ട്. അമ്മ ഈ കൊറോണ സമയത്ത് എല്ലാ വീട്ടിലും പാലും കൊണ്ട്. അമ്മയ്ക്ക് കൊറോണയും വന്നില്ല, ഒന്നും വന്നില്ല.
ഞാൻ വന്ന് കിടന്ന് മൂക്കും കുത്തി കിടന്നു. എനിക്ക് കിട്ടിയത് നിങ്ങളെ കൊല്ലം ജില്ലക്കാരൊന്നും ഉമ്മയിൽ കൂടെ കിട്ടിയ കൊറോണയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഞാൻ 14 ജില്ലയിലും ഞാൻ പോയി കൊറോണ. എൻ്റെ വണ്ടി ആരും തടഞ്ഞില്ല. 14 ജില്ലയിലും പോയി. ഞാൻ കിറ്റ് ഞാനൊരു സ്ഥലത്ത് പോയി നോക്കും അവർക്ക് കിറ്റ് കിട്ടിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അവർക്ക് മാത്രം 50 കിറ്റ്, ഓക്കെ, അല്ലെങ്കിൽ അപ്പുറത്ത് കിട്ടില്ല അവിടെ അവർക്ക് 50 കിറ്റ്. അങ്ങനെയാണ് ഞാൻ കിറ്റ് കൊടുത്തത്. അല്ലാതെ കൊണ്ട് വാങ്ങിക്കൊണ്ട് എല്ലായിടത്തും കൊടുക്കാൻ പോലും. അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഒരു പോലീസ് നടന്നില്ല, എനിക്ക് കൊറോണയും വന്നില്ല. പക്ഷേ അവസാന നിമിഷം കൊറോണ തീരാറായപ്പോൾ എനിക്ക് കൊറോണ കിട്ടി. അത് നിങ്ങൾ തന്ന കൊറോണ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഈ മക്കളെയൊക്കെ കാണാനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ. കിട്ടുന്ന സ്വാതന്ത്ര്യം വീട്ടിൽ നിന്നാലും സ്കൂളിൽ നിന്നാലും ദുരുപയോഗം ചെയ്യാതിരിക്കട്ടെ. ആദ്യം അധ്യാപകന്മാരെയും അമ്മയും അപ്പനെയും ബഹുമാനിക്കാൻ പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ, ഇപ്പം നമ്മൾ സ്വന്തം ഇപ്പം മോള് ചിലപ്പോൾ മോളെ വീട്ടിൽ വരുമ്പോൾ മോളുടെ അമ്മ പറഞ്ഞപ്പോൾ പാ അമ്മ എന്ന് പറയും. കൂട്ടുകാരുടെ വീട്ടിൽ പോയി കൂട്ടുകാരുടെ അമ്മ പറഞ്ഞാൽ ശരി അമ്മ എന്ന് പറയുന്ന മക്കളുള്ള കാലമാണ്. അത് മാറണം. നമ്മുടെ അമ്മയെ ആദ്യം ബഹുമാനിക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ എനിക്ക് ചിലപ്പോൾ എൻ്റെ അമ്മ എനിക്ക് നോക്കാൻ പറ്റും. എൻ്റെ അച്ഛൻ ഇപ്പോൾ കിടന്ന സമയത്ത് എനിക്ക് നോക്കാൻ പറ്റും. അച്ഛന് കൊറോണ അല്ല ക്യാൻസർ ഒന്ന് മരിച്ചു. ഞാൻ കൂലിക്ക് ഡെയിലി 1000 രൂപ ശമ്പളത്തിന് അതിനെങ്ങാണ്ടാണ് സാറിൻ്റെ നിന്ന് പൈസ വാങ്ങിയെന്ന് എനിക്കൊന്ന് കൂലിക്കാരന് കൊടുക്കാൻ വേണ്ടി 1000 രൂപ ഡെയിലി ശമ്പളം, 300 രൂപ വാടക, അല്ല 300 രൂപ ഭക്ഷണത്തിന്. അങ്ങനെ ഡെയിലി എനിക്ക് സമയത്തിന് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റും. നിങ്ങളുടെ ആരുടെയെങ്കിലും അച്ഛൻ വയ്യാടാക്കുമ്പോൾ ഞാൻ വന്ന് നോക്കി അച്ഛാ സുഖം തന്നെ അച്ഛാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തടവിട്ട് വല്ല കാര്യമുണ്ടോ? അതെല്ലാം അഭിനയമല്ലേ? അങ്ങനെയല്ല. സ്വന്തം നമ്മളെ വീട്ടിൽ ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം, നോക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള കാര്യത്തിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ഇങ്ങനൊരു മഹാസംഭവം ഒരു എന്നല്ല, ഞാൻ ഒരുപാട് വേദികൾ ഒരുപാട് ഇതുപോലെ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഞാൻ ഒരുപാട് എന്താ പറയുക ഇതുപോലെ അമ്മമാരെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ബ്രാൻഡ് അംബാസിഡറാണ് ഒരുപാട് സ്ഥലങ്ങളിൽ. പക്ഷേ ഞാൻ അവിടെ എങ്ങും പോകാറില്ല. പക്ഷേ ഇവിടെ അവിചാരിതമായിട്ടാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇദ്ദേഹത്തിനെ വന്ന് കാണാനും ഇവിടുത്തെ ആ വൃത്തി, നീറ്റ്നെസ് ഇതൊരിക്കലും ഒരു കപടമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ നമ്മൾ വരുമ്പോൾ എല്ലാം വൃത്തിയാക്കിയിടും, പല സ്ഥലത്തും കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാതെയാണ് വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പനും അമ്മയും ഈ സഹോദരന്മാരൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവിടെയാണ് സ്വർഗം എന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇദ്ദേഹത്തെ കാണാനും ഇദ്ദേഹത്തെ പരിചയപ്പെടാനും കഴിഞ്ഞാലൊരു നന്മ എന്നൊന്നും ഞാൻ പറയുന്നത്. ഏറ്റവും മഹത്തായ ഒരു കർമ്മം ചെയ്യുന്ന ഭൂമിയിലേക്ക് അവതാരമെടുത്ത് വന്ന 10ാമത്തെ അവതാരമാണ് ഇദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ കൊണ്ടേ പറ്റുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കാനും ഇത് എനിക്ക് പറ്റില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ഇതുപോലെ സ്ഥാപനം നടത്താൻ. 3 ദിവസം എനിക്ക് നടത്താൻ പോകുന്നു. അതെനിക്ക് മൂക്കിൻ്റെ തുമ്പിൽ ദേഷ്യമുള്ള ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യം വന്ന് പ്രകോപനമൊക്കെ ഉണ്ടായി നടന്ന ഒരാളാണ് ഞാൻ. ആ സമയത്തൊക്കെ ഒരുപാട് അനാവശ്യമായ കാര്യങ്ങൾ സഞ്ചരിച്ചു, ഒരുപാട് കൂട്ടുകെട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ നടക്കുമ്പോൾ എനിക്ക് 10-20 ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സഞ്ചരിച്ച ഒരാളാണ്. അങ്ങനെ ആവശ്യമില്ലാത്ത പോയി പ്രശ്നങ്ങളൊക്കെ ചാടി അതുകൊണ്ട് സുഖമായിട്ട് പോയി കുറച്ച് ദിവസം കിടക്കാനൊക്കെ പറ്റിയുള്ള ഭാഗ്യമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു അനുഭവമായി മാറി എനിക്ക്. 1 പ്രാവശ്യം 2-3 പ്രാവശ്യം കിടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്, പറയേണ്ട കാര്യമില്ല. നല്ല വിശാലമായിട്ട് പോയി. അന്നൊക്കെ ചപ്പാത്തിയില്ല, കൊഴുക്കട്ടയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഗിരിജ ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് സിന്ധു തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെ അന്തേവാസികളെയൊക്കെ ഇവിടുത്തെ അച്ഛനമ്മമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം, അവരുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. നമ്മൾ ഈ കുട്ടികളെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഈ അച്ഛനമ്മമാരുടെ അവരെങ്ങനെ ഇവിടെ എത്തിയെന്നും നമ്മൾ നാളെ അത്തരത്തിലേക്ക് പോകരുത് എന്ന ഒരു അനുഭവ പാഠം അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കിട്ടുന്നതിനപ്പുറം നേരിട്ട് കണ്ടറിഞ്ഞ് അനുഭവിച്ച് നമ്മുടെ റോൾ സിംഗ് സാർ ആദ്യമേ പറഞ്ഞു വന്നവരെല്ലാം കരഞ്ഞിട്ട് പോകുന്ന ഒരിടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവർ കരയണമെങ്കിൽ ഇതവരുടെ മനസ്സിൽ നേരിട്ട് പതിയണം. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് നമ്മൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. ഒപ്പം ഈ അച്ഛനമ്മമാർക്ക് അവരോടൊപ്പം 1-2 പാട്ടും കളികളും ഒക്കെ ആയിട്ട് ഒരല്പസമയം ചിലവഴിക്കാനും ഒക്കെ ഉദ്ദേശിച്ചാണ്. എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിലേക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിട്ടെത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾക്ക് എല്ലാവരും ഈ കുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സമയം കൂടുതലെടുക്കണം. കുറച്ച് കുട്ടികൾ പാട്ട് പാടാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് പാട്ടൊക്കെ പാടട്ടെ. ഒപ്പം ഇവിടുത്തെ ഓരോ അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു, നിർത്തുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സമുദ്രതീരത്തിലേക്ക് കടന്നു വന്നത്. വളരെ ശാന്തവും സ്നേഹവും നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷമാണ് എനിക്കിവിടെ തോന്നിയത്. എന്ത് പറയണം എന്നറിയാത്ത ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ചില അവസരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. അതിലൊരവസരം തന്നെയാണ് ഇവിടെയും സംജാതമായത്. ജീവിതം വലുതാണ് ചെറുതാണ് എന്നൊക്കെ നമ്മൾ അവകാശവാദം ഉന്നയിക്കുമ്പോഴും
നമ്മൾ ഓരോരുത്തരുടെയും കൺമുന്നിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിച്ച് തീർക്കുന്നതാണ് നമ്മുടെ ജീവിതം. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ അവർ അനുഭവിക്കുന്നതാണ് ജീവിതം. പല സാഹചര്യങ്ങളിലൂടെയും പല അവസ്ഥകളിലൂടെയും കടന്നു പോയിട്ടുള്ള പല അവസ്ഥയിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ, ഞാനത് പറയാനൊരു കാരണമുണ്ട്. സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സമുദ്രതീരത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് എല്ലാ ആഘോഷങ്ങളെയും ആഘോഷിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമായൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വർദ്ധിച്ച് വരരുത് എന്ന് നമ്മൾ ഒരു വശത്ത് ആഗ്രഹിക്കും. കാരണം ഒരിക്കലും നമ്മുടെ അച്ഛനമ്മമാർ നോക്കാൻ ആളില്ലാതെ കാണാൻ ആളില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലൂടെ പോകരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മറുവശം ചിന്തിക്കുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് അവരെത്തിച്ചേരും. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾ അവരെ തഴുകും എന്നുള്ളൊരാശ്വാസവും മറുവശത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം നമ്മൾ അനുഭവിക്കുന്നത് തന്നെയാണ്. മറ്റൊരാളുടെ കണ്ണുകളിൽ കാണുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു കേൾക്കുന്നതോ കഥകളിൽ നിന്നും വ്യത്യസ്തമായ ആ ജീവിത രീതിയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും അവർക്ക് ജഗദീശ്വരൻ്റെ സഹായവും തുണയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭൂമിയിലും ദൈവങ്ങളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുത്ത് നടത്തുന്ന മഹാനുഭാവന്മാർക്ക് ഉള്ള ആ ഒരു മനസ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, പുസ്തകത്തിലൂടെ നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കും. ഇപ്പോഴത്തെ തലമുറ നമുക്കറിയാം, മൊബൈൽ ഫോണിലൊക്കെ തലപൂഴ്ത്തിയിരിക്കുന്നവരാണ്. പക്ഷേ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള തുറന്ന അല്ലെങ്കിൽ കണ്ടും കേട്ടും മനസ്സിലാക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷകരമായ അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഓണാഘോഷത്തിൻ്റെ 5ാമത്തെ ദിവസമെന്നാണ്. ഇവിടെ കടന്നു വരുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കടന്നു വരുവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും, ഈ സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർ, അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അധ്യാപകരായ പ്രശാന്ത്, രാജി, കുട്ടികളുടെ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും അച്ഛനമ്മമാർക്കായി ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും കൊണ്ടുവന്നു. പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്ക് ഈയൊരു ദിനം മനോഹരമാക്കിക്കൊണ്ടാണ് അവർ സമുദ്രതീരത്തു നിന്നും മടങ്ങിയത്.